ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ സ്പേസിൽ ഒരുക്കാവുന്ന ഒരു വേർട്ടിക്കൽ ഗാർഡൻ രീതിയാണ് കേട്ടോ. അപ്പോൾ വീടിനോട് ചേർന്നിട്ട് ഗാർഡന് വേണമെന്നായിരിക്കും കൂടുതൽ ആളുകൾക്ക് ആഗ്രഹം. പക്ഷേ അങ്ങനൊരു സ്വപ്നങ്ങൾക്ക് മുന്നിൽ കൂടുതലും പേർക്കൊരു തടസ്സം എന്ന് പറയുന്നത് സ്ഥലപരിമിതിയായിരിക്കും. കൂടുതൽ ഇപ്പോഴത്തെ കാലങ്ങളിൽ നഗരങ്ങളിലൊക്കെ മുറ്റങ്ങൾ എല്ലാവർക്കും കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് വേർട്ടിക്കൽ ഗാർഡൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലപരിമിതി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വീടിന് ചുറ്റും ഒരു പച്ചപ്പ് എന്ന് പറഞ്ഞൊരു സ്വപ്നം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സങ്കല്പത്തോടെ തന്നെ ഗുഡ് ബൈ പറയുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല രീതിയാണ് കേട്ടോ വേർട്ടിക്കൽ ഗാർഡൻ ചെയ്യുന്നത്. ഞാനിവിടെ വേർട്ടിക്കൽ ഗാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെസ്സ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ സ്ക്വയർ ട്യൂബിൻ്റെ പൈപ്പിൽ ഇങ്ങനെ പിടിപ്പിക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. സ്ഥലപരിമിതിയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ വേർട്ടിക്കൽ ഗാർഡൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ നല്ല പച്ചപ്പ് ആയിട്ട് തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റും കേട്ടോ. നല്ല രസമായിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആ സ്പേസൊക്കെ നല്ല അടിപൊളിയാക്കി മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് മണ്ണ് നിറക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് ചെയ്യാൻ മണ്ണ് നമുക്ക് വളങ്ങൾ ചേർത്തിട്ട് പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ചകിരിച്ചോറ് അങ്ങനെ വളങ്ങളൊക്കെ ചേർത്തിട്ട് നല്ല മണ്ണ് തന്നെ സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഞങ്ങളെ പറമ്പിലുള്ള സാധാ മണ്ണ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ കോഴിക്കളും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മണ്ണ് നല്ല കുറച്ച് വളക്കൂറുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വെറുതെ ക്യാഷ് കളഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് വളമൊന്നും വാങ്ങിച്ച് ആഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മളെ പറമ്പത്തെ മണ്ണ് തന്നെ എടുത്തത് കേട്ടോ. അങ്ങനെ അല്ലാതെ കട്ട പിടിക്കുന്ന മണ്ണൊക്കെ ഉള്ളവരാണ്, അധികം യൂസ് ചെയ്യാത്ത മണ്ണൊക്കെ ആണെങ്കിൽ അതിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് ഭയങ്കരമായിട്ട് മണ്ണ് കട്ട പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ചെടിക്ക് വളർച്ച മുരടിച്ചു പോവും. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, ചകിരിച്ചോറ് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, വളങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വളങ്ങൾ, ചാണകപ്പൊടി അങ്ങനെയൊക്കെ ചേർത്തിട്ട് കടലപ്പിണ്ണാക്ക് അതൊക്കെ ചേർത്തിട്ട് തന്നെ മണ്ണ് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ പറമ്പത്തെ മണ്ണിൽ ആദ്യത്തെ മുകളത്തെ കല്ലുകളൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചൊന്ന് അരിച്ചെടുത്തതിന് ശേഷം അതാട്ടോ ഉപയോഗിക്കുന്നത്. സ്ഥലപരിമിതി കാരണമുള്ള ഒരു പ്രശ്നം പോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് വെള്ളത്തിൻ്റെ കുറവുള്ളത്. അപ്പോൾ വെള്ളം നനയ്ക്കാൻ ഇതിന് കുറഞ്ഞ വെള്ളം മതി. നമ്മൾ 1-2 കപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു നേരത്തെ വെള്ളം നനച്ചെടുക്കാൻ പറ്റൂ കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മതി. ഞാനിവിടെ 2 കപ്പിലൊക്കെ വെള്ളം നനച്ചാൽ തന്നെ അതെല്ലാം കഴിയും കേട്ടോ. നല്ല സുഖമായിട്ട് നമുക്ക് പച്ചപ്പ് നിലനിർത്താൻ പറ്റുന്നതാണ്. നമുക്ക് ഒരുപാട് ഫസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബോക്സിനൊക്കെ കുറച്ച് ക്യാഷ് ആയാലും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു വളം ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഗ്രീനറി തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഇത് ബാക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് സൈഡിലൊക്കെയാണ് എല്ലാവരും വെക്കാറുള്ളത്. ഞാൻ ബാക്ക് സൈഡിൽ വെറുതെ അവിടെ ഒരു പുറത്തേക്ക് കാണുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഈ നെറ്റ് അവിടെ ബാലൻസ് ഉള്ളത് കൊടുന്ന് വെച്ചതാട്ടോ. അപ്പോൾ ഇത് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം നല്ലോണം കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും. കാണുമ്പോൾ നല്ലൊരു ഗ്രീനറി ആയിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനവിടെ ചീര വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. നമ്മുടെ സാധാ ചീരയല്ല, ഈ ചീരയുടെ പേര് എനിക്കറിയില്ല. ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ താളിച്ചൊക്കെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു ചീരയാണ് കേട്ടോ. അപ്പോൾ ആ ചീര അങ്ങനെ ചെറിയ ചെറിയ കമ്പുകളാക്കിയിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ മണ്ണ് അവിടെ ഉണ്ടല്ലോ, ആ മണ്ണിൽ തന്നെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റ് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഞാൻ ആദ്യം ഇതിൽ മണി പ്ലാന്റ് ആണ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ പോത്തോസ് വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വള്ളികളിലൊക്കെ എനിക്ക് എന്ത് ചെയ്തു, അത് നല്ലോണം അങ്ങോട്ട് കാട് പിടിച്ച് വളരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നിയപ്പോഴാണ് ഞാനത് മാറ്റിയിട്ട് ഇങ്ങനെ ചീര വെക്കാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ചെടിയുടെ ഒരു ഗ്രീനറിയും ആയി, അതോടൊപ്പം തന്നെ നമ്മുടെ ഇലക്കറികളായിട്ട് നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ വേർട്ടിക്കൽ ഗാർഡൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് ഒരുപാട് ആഡ് ചെയ്തിട്ട് വെള്ളം നനയ്ക്കരുത് കേട്ടോ. ഒരു ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി സ്പ്രേ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ചെറുതായിട്ട് പാർന്നു കൊടുക്കുക. കാരണം ആ മണ്ണിലുള്ള കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള മണ്ണ് മാത്രമാണ് അതിലുണ്ടാവുക. അപ്പോൾ ആ മണ്ണ് എന്ത് ചെയ്യും, അതിൽ നിന്ന് ആ വെള്ളം ഒലിച്ചു പോകും, താഴോട്ട് ഒലിച്ചു പോകാൻ നല്ല ചാൻസാണ്. അപ്പോൾ എന്ത് ചെയ്യും, ചെടിയുടെ വളർച്ചയൊക്കെ മുരടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ വളരും കേട്ടോ.
നമ്മളിങ്ങനെ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ വേർട്ടിക്കൽ ഗാർഡനിൽ. ഇതിൽ മണ്ണ് നിറയ്ക്കൽ കുറച്ചൊരു പണിയുള്ള കാര്യം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഒരു അരമണിക്കൂർ എല്ലാവരും കൂടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദിൻ്റെ കുറേ ഫ്രണ്ട്സുകളൊക്കെ കൂടി കളിക്കാൻ വന്നു. അപ്പോൾ പിന്നെ അവരെല്ലാവരും നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അവർക്കൊക്കെ നല്ല ഇഷ്ടം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെല്ലാവരും നിറച്ച് തന്നപ്പോൾ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മണ്ണ് നിറച്ച് തരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ വെർട്ടിക്കൽ ഗാർഡനിൽ ഈ പോട്ടുകൾ വെക്കുന്നത് കുറച്ച് ബലം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ എന്ത് ചെയ്യണം, ചകിരിച്ചോറൊക്കെ ഇട്ടിട്ടുള്ള വളം ചേർത്തിട്ടുള്ള തന്നെ വെക്കണം കേട്ടോ. നമ്മുടെ സാധാ മണ്ണായി പോകുമ്പോൾ നല്ല ഭാരമുള്ളത് കൊണ്ട് തന്നെ ചിലപ്പം ആ പോട്ടിൻ്റെ ആ ഒരു ഇത് അധികം കനയില്ലാത്തതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഉള്ള മെസ്സ് കുറച്ച് കട്ടിയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സാധാ മണ്ണ് തന്നെ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ മെസ്സിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, മണ്ണ് തിരഞ്ഞെടുക്കുക. അങ്ങനെ കുറച്ച് കട്ടി കുറഞ്ഞതൊക്കെയാണെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം തന്നെ മണ്ണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 6 മാസം 1 വർഷമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഈ മണ്ണ് മാറ്റുന്ന സമയത്ത് ആ മണ്ണിൽ തന്നെ നമ്മൾ വളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചകിരിച്ചോറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൽ എന്തെങ്കിലും കുറച്ച് വളം, ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ആ മണ്ണിൽ തന്നെ ആഡ് ചെയ്തിട്ട് ഇതിൽ പോട്ട് നിറച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് വർഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ പോട്ടിലെല്ലാം മണ്ണൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ചീരൻ്റെ മുറിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നിലും 2 എണ്ണം വെച്ചിട്ടൊക്കെ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ ഒരു 100ഓളം പോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഞാൻ ചീര വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു 10 എണ്ണോ 20 എണ്ണോ വെട്ടിയെടുത്താലും നമുക്ക് ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ ഇലക്കറികളായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. നല്ല ഗ്രീനറി തന്നെ ആയിരിക്കും കേട്ടോ. ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ഞാനിതിൻ്റെ വേറെ ഓരോ ഭാഗങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തുകൊണ്ട് കേട്ടോ. ഇപ്പം ഞാനിത് ജസ്റ്റ് വെക്കുന്ന ആ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇനി ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡന് ഇങ്ങനെ മെസ്സൊന്നും ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ നമുക്ക് മരത്തിൻ്റെ ബോക്സ് ഉണ്ടാക്കിയിട്ട് സാധാ നെറ്റ് ഉപയോഗിച്ചിട്ട് ചുമരിലൊക്കെ നമുക്ക് അടിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനി എൻ്റെ ചാനലിൽ ഇനി ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമായവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നമ്മൾ കുട്ടികളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും കേട്ടോ. എനിക്കറിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ട് പിന്നെ കുട്ടികളെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ ഗാർഡന് അങ്ങനെ സെറ്റ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ പച്ചപ്പ് നിറഞ്ഞ വെർട്ടിക്കൽ ഗാർഡന് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച നല്ലോണം കെയർ കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അത്ര കെയർ ചെയ്യണമെന്നൊന്നുമില്ല. ഒരാഴ്ച നമ്മൾ 2 നേരം വെച്ചിട്ട് തന്നെ വേര് പിടിക്കുന്നത് വരെ നല്ല നനച്ചു കൊടുക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ ഒരു ദിവസത്തിൽ 1 തുള്ളി തന്നെ നനച്ചാലും സ്പ്രേ ചെയ്താലും ഒന്നും പ്രശ്നമില്ല കേട്ടോ. ഫസ്റ്റത്തെ ആ ഒരാഴ്ച നല്ലോണം നമ്മൾ കെയർ കൊടുക്കണം കേട്ടോ. നമ്മളെന്തെങ്കിലും ചെടി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നോക്കുമ്പോഴാണ് അയ്യോ അതൊന്നും സെറ്റായില്ല, അതൊക്കെ ആകെ നശിച്ചു പോയി നമ്മൾ പറയേണ്ടി വരുന്നത്. നമ്മൾ നമ്മുടെ കുട്ടികളെ നോക്കുന്ന അതേപോലെ തന്നെ എപ്പോഴും ഒരു ശ്രദ്ധ അതിന് വേണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യും ആ ഒരു ഗ്രീനറിയിൽ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിനോട് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല ചെടികൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ചെടികൾ വെക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. ഞാൻ ചീര വെച്ചതുപോലെ തന്നെ ചീര ഞാൻ നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാത്രം കേട്ടോ ചീര വെച്ചത്. അല്ലാതെ ചെടികൾ വെക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പറയുന്നത്, ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മണി പ്ലാന്റ് വെച്ച് നോക്കിയപ്പോൾ അത് നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒന്നാകെ വള്ളിയായിട്ട് നമുക്ക് ഭയങ്കര അത് കട്ട് ചെയ്തെടുക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ പണ്ടാനസ് പ്ലാന്റ്, അതേപോലെ അരേലിയ, അതൊക്കെ കേട്ടോ ഏറ്റവും നല്ലൊരു പച്ചപ്പന്നെ ആയി. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.